ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് 2 യുവതികൾ നൽകിയ പരാതിയിൽ ഒന്നിൽ എറണാകുളം സെൻട്രൽ പോലീസും കേസെടുത്തിട്ടുണ്ട്. ആര്യ വിനോദ വിവരങ്ങൾ നൽകും. ആര്യ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വേടൻ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുണ്ട്. കുറച്ചധികം നാളുകളായി റാപ്പർ വേടനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലുണ്ടാവുക? ആര്യ, ഗുഡ് മോർണിംഗ് ജിൽസി. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കേസുകളാണ് മുഖ്യമന്ത്രിക്ക് നേരെ പരാതി വന്നിരിക്കുന്നത്. ഒന്ന് യുവ ഡോക്ടർ നൽകിയ പരാതിയാണ്. അതിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസും കേസെടുത്തിട്ടുണ്ട്. തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യലിനായിട്ട് വേടൻ ഹാജരാകുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തന്നെ ഹൈക്കോടതി ഈ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ഹാജരാക്കണമെന്നായിരുന്നു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇന്ന് വേടൻ ഹാജരാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ഈ ഒരു പരാമർശം നൽകുന്നത്. 2 പേരുടെയും സമ്മതത്തോടെയാണ്, ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ആണ് ഈ ഒരു ബന്ധം നടന്നതെന്നാൽ ഈ ഒരു ബന്ധം പ്രതിബന്ധിഷ്ട വ്യക്തമാണെന്ന് കോടതി, ഈ ഒരു 2 പേരുടെയും സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു ബന്ധം നടന്നതെന്ന് കോടതി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് ഇല്ല എന്നും അത് വേടൻ എന്ന കലാകാരനെ വളരാനുള്ള തടസ്സത്തിന് കാരണമാകുമെന്നും കോടതി ആ ഉത്തരവിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിവാഹം നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതി. അതിൽ IPC 372 സെക്ഷൻ 2N പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലായി വിവിധ സമയങ്ങളിലായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് യുവ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതി. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിലായി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിലാണ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബലാത്സംഗ കേസിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ 2 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് നേരെ ലഭിച്ചിരിക്കുന്നത്. അതിനിടയിൽ വേടൻ ഒളിവിലായിരുന്നു. ഈ ഒരു കേസിന്റെ സാഹചര്യം നിലനിൽക്കുന്നതിൽ തന്നെ വേടൻ ഒളിവിലായിരുന്നു. 2 ദിവസം മുൻപാണ് വേടൻ ഒളിവിലല്ല നമ്മുടെ കോന്നിയിലെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഈ ഒരു ഒളിവിൽ പോയിരിക്കുന്ന വേടനെ നമുക്ക് ദൃശ്യമാകുന്നത്. താൻ ഒളിവിലല്ലെന്നും താൻ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷമാകാൻ ആണെന്നും വേടൻ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് തന്നെ വേടൻ ഒളിവിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളിലേക്ക് നമുക്ക് വരും മണിക്കൂറുകളിൽ തിരിച്ചെത്താം.